ഞാനീ പറയാൻ പോകുന്നത് കുറേ പേരുടെയെങ്കിലും ലൈഫിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കാം. +2 കഴിഞ്ഞ് നമ്മൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഏത് കരിയറിലേക്ക് പോകണം എന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഒടുവിൽ ഏതെങ്കിലും ഒരു കോഴ്സൊക്കെ സെലക്ട് ചെയ്ത് പഠനം പൂർത്തിയാക്കിയതിന് ശേഷവും ഇനി ഞാൻ ഏത് ജോബാണ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതൊരിക്കലും ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ അല്ല. നിങ്ങൾക്കിഷ്ടമുള്ള ജോലി അതെങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ എന്നും കേൾക്കുന്ന വാക്കുകളാണ് ഫോളോ യുവർ പാഷൻ എന്ന്. എന്നാൽ ഭൂരിഭാഗം പേർക്കും തങ്ങളുടെ പാഷൻ എന്താണെന്നോ അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്നോ ഇപ്പോഴും അറിയാതെ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. പാഷൻ എന്ന് പറയുന്നത് ഒരു ഫയർ പോലെയാണ്. പാഷൻ ഫോളോ ചെയ്ത് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കതിൻ്റെ ഒരു സ്പാർക്ക് അറിയാൻ പറ്റും. പാഷൻ കണ്ടെത്താൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, നമുക്ക് നോക്കിയാലോ? ഒരു 3 ക്വസ്റ്റ്യൻ, അതിന് ആൻസർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പാഷനെക്കുറിച്ച് ഏകദേശ ധാരണ അപ്പോൾ കിട്ടും. ഫസ്റ്റ് 1, വാട്ട് യു ആർ ഗുഡ് അറ്റ്, നിങ്ങൾ ഏതിലാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളതെന്ന്. രണ്ടാമതായി, വാട്ട് യു എൻജോയ് ഡൂയിങ്, നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ എൻജോയ്മെൻറ്റ് കിട്ടുക. മൂന്നാമതായി, വാട്ട് ദ വേൾഡ് വിൽ പേ ഫോർ. ഈ 3 ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാഷൻ്റെ അടുത്തെത്തി എന്ന് വേണം പറയാൻ. ഓൾറെഡി നിങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ? അതായത് നിങ്ങൾ റൈറ്റിങ്ങിൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കും, കുക്കിങ്ങിൽ, ഫോട്ടോഗ്രാഫി സ്കിൽ, അതുപോലെ ഡിസൈനിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതുണ്ടാവും. നിങ്ങൾ ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനേക്കാൾ മികച്ചതായി ഒരു ബിഗിനർക്ക് ഇതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാനില്ല. ചിലർ പെട്ടെന്ന് തന്നെ അവരുടെ പാഷനും കരിയറും ഒക്കെ കണ്ടുപിടിക്കും. എന്നാൽ മറ്റു ചിലർ കുറേയേറെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് അവസാനമായിരിക്കാം അവരുടെ പാഷനിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. സാഹചര്യ സമ്മർദ്ദം കാരണം നിങ്ങളിപ്പോൾ ഒരു ജോലിയിൽ കയറിയാലും നിങ്ങൾക്ക് മറ്റേത് മേഖലകളിലേക്ക് ട്രൈ ചെയ്യാനും അതിനെക്കുറിച്ച് നോളജ് ഡെവലപ്പ് ചെയ്യാനും ഇന്ന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസും നാളെ നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ്സിലേക്ക് ഒരു മുതൽക്കൂട്ടാവും. ഡ്രീമിങ് ഈസ് നോട്ട് ഇനഫ്, യു ഹാവ് ടു ടെസ്റ്റ് യുവർ പൊട്ടൻഷ്യൽ. നമ്മുടെ മുന്നിൽ 2 ചോയ്സാണുള്ളത്. ഒന്ന്, ഇഷ്ടപ്പെട്ട ജോലി കഷ്ടപ്പെട്ട് കണ്ടെത്തുക എന്നത്. അത് പറ്റിയില്ലെങ്കിൽ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്ന്.